വിഷ്ണു പ്രീതികരമായ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് വൈശാഖമാസം. മാധവന് പ്രിയപ്പെട്ടതായതിനാൽ മാധവമാസം എന്നും ഇത് അറിയപ്പെടുന്നു. എന്നാൽ ലക്ഷ്മി ദേവി എന്നും ധവൻ എന്നാൽ ഭർത്താവ് എന്നുമാണ് അർത്ഥം. അപ്പോൾ ലക്ഷ്മി ദേവിയുമായി ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ വസിക്കുന്ന കാലഘട്ടമാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളായിരിക്കുന്ന നരസിംഹാവതാരവും പരശുരാമാവതാരവും ബലരാമാവതാരവും ഒക്കെ നടന്നത് ഈ വൈശാഖ മാസത്തിലാണ്. അക്ഷയ തൃതീയ ദിനത്തിലാണ് ബലരാമാവതാരവും പരശുരാമാവതാരവും നടന്നത്. അതുപോലെ വെളുത്തപക്ഷത്തിലെ തന്നെ ചതുർദശി തിഥിയിലാണ് നരസിംഹാവതാരം നടന്നത്. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും മറ്റുമൊക്കെ ജപിക്കുന്നതിലൂടെ ഫലം ഇരട്ടിയായി നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കും. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും അഭൂതമായ തിരക്കായിരിക്കും ഈ വൈശാഖ മാസത്തിൽ. കാരണം ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പൂർണ്ണമായി ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ വൈശാഖ മാസക്കാലം. വിഷ്ണു സഹസ്രനാമവും അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരി നാമവുമൊക്കെ ഈ കാലഘട്ടത്തിൽ ജപിച്ചാൽ പൂർണ്ണമായും ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കലിയുഗത്തില് ഏറ്റവും പ്രാധാന്യമുള്ള ഭഗവാന്റെ നാമമാണ് ഹരേ രാമ ഹരേ രാമ എന്ന് തുടങ്ങുന്ന നാമം. ആ നാമം ദിനവും ചൊല്ലുന്നത് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യും. എല്ലാവർക്കും വൈശാഖ മാസ ആശംസകൾ.